PC ജോർജിനും ഷോൺ ജോർജിനുമെതിരെ ആഞ്ഞടിച്ച് പാലാ ബിഷപ്പ്. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല എന്നാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറയുന്നത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മത നേതാക്കന്മാരെ കുറിച്ച് മാന്യതയുടെ അതിർവരമ്പ് ഭേദിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. കൈയടിക്ക് വേണ്ടി സംസ്കാരമില്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നും പാലാ ബിഷപ്പ്. മത നേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. മൂലയ്ക്ക് കൊണ്ടേ ഇരുത്തി മിണ്ടാപ്രാണികളായിരിക്കണം, ന്യൂട്രലായിരിക്കണം. ഇതൊക്കെ ആരോടാണ് സംസാരിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് പറയുന്നത്? രഹസ്യമായിട്ട് എന്തിനാണ്? പരസ്യമായി തന്നെ വോട്ട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ലേ? ആരെയാണ് പേടിക്കുന്നത്? വളരെ ബലഹീനമായ വാക്കുകളിലൂടെയുള്ള ആക്ഷേപങ്ങൾ ആർക്കും എവിടെയും ഏത് സ്ഥലത്തും പബ്ലിക് സ്ക്വയറിലും അല്ലെങ്കിൽ മെത്രാന്മാരുടെ താമസ മുറികളുടെ മുമ്പിലും എല്ലാം വന്നു പറയാം എന്ന രീതിയിൽ പോകുമ്പോൾ നമ്മൾ ഉണ്ടാകുന്നത്. നമ്മുടെ പത്രമാസികളെ ആക്ഷേപിക്കരുത്. ദീപിക സത്യം മാത്രം പറയുന്നൊരു പത്രമാണ്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, ഒരു ഒളിച്ചു കളിയുമില്ലാതെ കൃത്യമായ നിലപാട് പാലാ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്. PC ജോർജ് പറഞ്ഞപ്പോൾ പാലാ ബിഷപ്പിനെ മാത്രം പറയാതെ പോയിരുന്നു. പക്ഷേ മറുപടി വരുന്നത് പാലാ ബിഷപ്പിന്റെ ഭാഗത്ത് നിന്നാണ്. ആര്യത് തന്നെയാണ്. കാരണം കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ ആണ് PC ജോർജ് ഉന്നമിട്ടത്. പക്ഷേ പാലാ ബിഷപ്പ് വളരെ നീതിപൂർവ്വമായി നിഷ്പക്ഷമായി നിന്നു എന്നാണ് PC ജോർജിന്റെ അന്നത്തെ വാദമെന്ന് പറയുന്നത്. പക്ഷേ അതേ പാലാ ബിഷപ്പ് തന്നെ PC ജോർജിനെതിരെയും ഷോൺ ജോർജിനെതിരെയും രംഗത്തെത്തുന്നു എന്നാണ് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പാലാ ബിഷപ്പിന് ഇത്തരത്തിലൊരു പ്രസംഗത്തിലേക്കൊക്കെ തന്നെ പോകേണ്ട പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം PC ജോർജ് മാധ്യമങ്ങളെ കണ്ടത് പാലാ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വെച്ചാണ്. അങ്ങനെ മുന്നിൽ വെച്ച് കാണുന്ന സമയത്ത് പല മാധ്യമങ്ങളുടെയും വാർത്തകൾ എന്ന് പറയുന്നത് അവിടെ പാലാ ബിഷപ്പ് ഹൗസുമായി ഒരു അനുനയ ചർച്ചകൾക്ക് വേണ്ടിയാണ് PC അവിടേക്ക് എത്തിയത്. പലതരത്തിൽ രാഷ്ട്രീയം അവിടെ ചർച്ചയായിട്ടുണ്ട് എന്ന തരത്തിൽ പലതരത്തിൽ അഭിപ്രായം വന്നു. മാത്രമല്ല ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വെച്ച് തന്നെ PCയുടേതായ ഭാഷയിൽ ഹാരിസ് അബൂബക്കറിന്റെ വാപ്പയാണ് ദീപിക നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ അതൃപ്തി പാലാ ബിഷപ്പ് ഹൗസിനും ഒപ്പം തന്നെ പാലാ ബിഷപ്പിനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഇന്നലെ ഈ പ്രസംഗത്തിലൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഈ പാലാ ബിഷപ്പ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എല്ലാ കാലത്തും എല്ലാ സമയത്തും വൈദികർക്കും അതായത് മെത്രാന്മാർക്കും ഒക്കെ തന്നെ ന്യൂട്രലായി നിന്ന് പ്രവർത്തിക്കണം എന്ന് ഏതെങ്കിലും ആർക്കെങ്കിലും വാശി പിടിക്കാൻ കഴിയുമോ? അവർക്കും അവരുടേതായ രാഷ്ട്രീയമില്ലേ? മാത്രമല്ല രഹസ്യമായല്ല പരസ്യമായി തന്നെ വോട്ട് ചോദിക്കാൻ അവകാശമുള്ള നാടല്ലേ ഇത് എന്ന് കൂടി ബിഷപ്പ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് PC ജോർജ് ഇതുവരെയും എത്തിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല, അതിനാൽ തന്നെ PC ജോർജ് ഇനി മാധ്യമങ്ങളെ കാണേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നൽകിയത്.